ഹായ് എവരിവൺ, വെൽക്കം ടു ഹെൽത്ത് സ്പേസ്. റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. റിലേഷൻഷിപ്പ് എന്തൊക്കെ ടൈപ്പാണ്, അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് പലയിടത്തും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്നിടത്താണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ടോക്സിസിറ്റി അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് നമ്മുടെ കമിതാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ മാത്രമാണോ, അതോ സമൂഹത്തിൽ നമ്മൾ മറ്റ് ഒരുപാട് ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അവിടെയും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ടോക്സിസിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ശരിക്കും കമിതാക്കളുടെ ഇടയിൽ മാത്രമല്ല ഈ ടോക്സിസിറ്റി നിലനിൽക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ ആരുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ടോ അവിടെയൊക്കെ ഇത് എക്സിസ്റ്റ് ചെയ്യാം. ഉദാഹരണം, ഫാമിലി മെമ്പേഴ്സിൽ പലരും നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, ചിലരെ എനിക്ക് ഇഷ്ടമുണ്ട്, ചിലരെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. കാര്യം അവർ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ സന്തോഷത്തിനെയോ സമാധാനത്തിനെയോ ഇല്ലാതാക്കുമെന്നുള്ളൊരു ബോധം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ പലരെയും ഇഷ്ടമുണ്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചിലപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാവാം, ചിലപ്പോൾ അതിൽ കുറച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഈ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചിലയിടത്ത് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ചിലയിടത്ത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ആ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ടാകും. റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നമുക്ക് ഈ ടോക്സിക് ബന്ധങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അതെന്തോ ആയിക്കോട്ടെ, ആണെങ്കിൽ നമുക്ക് ഈ ടോക്സിസിറ്റി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. അവിടെയാണ് ശരിക്കും നമ്മൾ സ്ട്രഗിൾ ചെയ്യാനും സാധ്യത കൂടുതൽ. നമ്മളൊരു ടോക്സിക് റിലേഷനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, എന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊരു റിലേഷൻഷിപ്പിൽ പെട്ടു, അതെന്തോ ആയിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് സന്തോഷവും സമാധാനവും തരുന്നുണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ സൗന്ദര്യപ്പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ മാറി മാറി ഉണ്ടാവും. അത് ആ റിലേഷൻഷിപ്പ് എത്രത്തോളം ഭംഗിയായിട്ട് പോകുന്നുള്ളൂ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാ പേർക്കും ഒരു സെൽഫുണ്ട് അല്ലേ, നമ്മുടെ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആത്മാഭിമാനമുണ്ട്. എല്ലാ വ്യക്തികൾക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അടിയറവ് വയ്ക്കേണ്ടി വരുന്നുണ്ടോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ? അതായത് നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടി വരുന്നുണ്ടോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക, നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എപ്പോഴും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. എന്നാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് എപ്പോഴും ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഉറപ്പിക്കാം നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പെട്ടുപോയിട്ട് ഉണ്ട് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ വളരെയധികം അബ്യൂസ് ചെയ്യുന്ന ആളാണ്, ഫിസിക്കലി ഓർ മെൻ്റലി. ഇപ്പോൾ ഫിസിക്കലായിട്ടും അബ്യൂസ് ചെയ്യാം, മെൻ്റലിയും അബ്യൂസ് ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളെ എന്താ പറയുക, വഴക്ക് പറയുക, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ശാരീരികമായിട്ട് ഉപദ്രവിക്കുക. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവശ്യമില്ലാത്തിടത്തും, ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് ആവശ്യമുള്ളിടത്തും ചെയ്യാൻ പാടില്ല. പക്ഷേ ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും ഒക്കെ ഒരു ഓവർ റൂളിങ് അല്ലെങ്കിൽ ഒരു അമിതമായ ഒരു കടന്നുകയറ്റം നമ്മുടെ ഒരു സെൽഫിലോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ നമുക്ക് നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്ത് പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാം,
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരിടത്ത് സ്റ്റക്കായി നിൽപ്പുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയമേ ഒന്ന് വിലയിരുത്തി നോക്കുക. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ വേണ്ടത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഇൻ കേസ് നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്ത് പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ അതിനെ മാനേജ് ചെയ്യണോ അതോ അതിൽ നിന്നും നമുക്ക് എക്സിറ്റ് ആവണോ എന്നുള്ളതാണ്. അപ്പോൾ മാനേജ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം നമുക്ക് ഒരു വ്യക്തി അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആളിനെ എപ്പോഴും നമ്മൾ നിലനിർത്താനേ നോക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും അയാൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബന്ധം തുടർന്ന് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതൊരിക്കലും അയാൾക്ക് അക്സെപ്റ്റബിൾ അല്ല, അയാൾ തിരുത്തി വരാനേ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പം നമ്മളത് ഉറപ്പായിട്ട് നമ്മളവിടെ നിന്ന് എക്സിറ്റ് ആവുക എന്നുള്ളതല്ല, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഒരിക്കലും പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല ടോക്സിസിറ്റി ഉള്ളത്. അത് ഫാമിലിക്ക് അകത്താകാം, പിന്നെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും ആകാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാവാം, കോ വർക്കേഴ്സിൻ്റെ ഇടയിലാവാം. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് സിറ്റുവേഷനെയും വ്യക്തികളെയും അനുസരിച്ചായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സന്തോഷത്തിനെയും സമാധാനത്തിനെയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും നമുക്ക് ആ ഗണത്തിൽപ്പെടുത്താം. അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല, അവരത് അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നത്. കാര്യം അവരുടെ കണ്ണിൽ അവർ ചെയ്യുന്നത് എല്ലാം റൈറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ ആ ഒരു കാര്യത്തിലായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക, നമ്മളതിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ഹെൽത്ത് സ്പേസ്.